ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെയും ഉള്ളിൽ സമാനമായ പല പല അനുഭവങ്ങളും വരുന്നുണ്ടാവും. നിങ്ങളെ പലതരത്തിൽ ശല്യപ്പെടുത്തുന്നവര് അല്ലേ? അപ്പുറത്തെ പറമ്പിലെ മരം വളഞ്ഞ് നമ്മുടെ വീടിൻ്റെ മുകളിൽ നിൽക്കുന്നു. എന്നാ അതൊന്ന് വെട്ടിക്കളയണ്ടേ, ഒന്ന് വെട്ടിക്കളയണ്ടേ? ആ ഇല മുഴുവൻ വന്ന് നമ്മുടെ വീടിൻ്റെ തലയുടെ മണ്ടയിലാണ് വീഴുന്നത്. അച്ഛാ, അത് എന്ന് വേണമെങ്കിലും ആ മരം ഒടിഞ്ഞ് ഞങ്ങളുടെ വീട്ടിലോട്ട് വീഴാം. വെട്ടിക്കളയണ്ടേ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞത് വെട്ടാൻ പാടില്ല, ഞങ്ങൾക്ക് പാരമ്പര്യമായിട്ട് കിട്ടിയൊരു സ്വത്താണ് ആ മരം, പൂർവ്വപിതാക്കൾ സ്ഥാപിച്ച മരമാണ്, തൊടാൻ പാടില്ല, അത്രയും പ്രധാനപ്പെട്ട, തൊടാൻ പാടില്ല. അച്ഛാ, അത് ഉരുണ്ടി വീണാൽ ഞങ്ങളുടെ വീട് തീരും. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അത് ഞങ്ങളുടെ മരമാണ്. അപ്പുറത്തെ വീട്ടുകാർ മരം വീടിൻ്റെ മുകളിലേക്ക് വളഞ്ഞു നിൽക്കുന്നു അല്ലേ? വേറെയും ചില വീട്ടുകാരൊക്കെ ഉണ്ടേ, വീട്ടിലും അപ്പുറത്തും ഇപ്പുറത്തുള്ളതൊക്കെ അടിച്ചു വാരിയിട്ട് മതിലിൻ്റെ സൈഡിൽ കൂടെ അപ്പുറത്തെ വീട്ടിലോട്ടിടും. അപ്പൊ ആ വീട്ടുകാരെന്ത് ചെയ്യും? ആ വീട്ടുകാരെ തെറി പറഞ്ഞിങ്ങനെ വിഷമിക്കുന്നു. അപ്പൊ എൻ്റെ ചോദ്യം, ഈ അയൽവാസികളെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? പലതരത്തിലുള്ള അയൽവാസികൾ നമുക്കുണ്ട്. നമ്മളെ ശല്യം ചെയ്യുന്നവരുണ്ട്, നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്നവരുണ്ട്. ഇത് ഞാൻ പറയുമ്പോഴത്തേക്ക് വേറെ ചില അയൽവാസികൾ നല്ല മനുഷ്യരുണ്ട് കേട്ടോ, അവരെ ഒന്നും നമ്മൾ മാറ്റി നിർത്തുന്നില്ല. മറിച്ച് പല സ്വഭാവക്കാരായ അയൽവാസികൾ. വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് ഇന്ന് ഇങ്ങനെയാണ്. എന്താ പറയുന്നത്? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. എൻ്റെ ദൈവമേ, അതെങ്ങനെ സാധിക്കും? നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന്. നമ്മളെ എങ്ങനെ സ്നേഹിക്കുന്നു, കരുതുന്നു എന്നതുപോലെ തന്നെ നമ്മുടെ അയൽവാസിയെയും നമ്മൾ സ്നേഹിക്കണം. അതത്ര എളുപ്പമുള്ള കാര്യമാണോ? അല്ല, വളരെ ഭാരപ്പെട്ട കാര്യമാണ്. നമുക്ക് വേണമെങ്കിൽ കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാം, പക്ഷെ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാൻ, അംഗീകരിക്കാൻ വല്ലാത്ത ബുദ്ധിമുട്ടാണ്, വല്ലാത്ത പ്രയാസം ഉള്ളിലുണ്ട്. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? നിന്നെ ശല്യപ്പെടുത്തുന്ന, നിന്നെ ഭാരപ്പെടുത്തുന്ന അയൽവാസിയെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് ആരാണ്? പറ. ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. ഇല്ലച്ചാ, ഞാൻ സമ്മതിക്കില്ല, ഇല്ല, ഇത് ദൈവമല്ല. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം പറയുന്നു ദൈവമാണ് അവരെ അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. വിശ്വസിക്കുന്നവര് വലതുകര ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ. അല്പം കൂടെ ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അയൽവാസിയെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നത് കർത്താവിൻ്റെ ഒരു പദ്ധതിയാണ്.